കാര്യം ചോദിച്ചോട്ടെ, ചെറുപ്പത്തിൽ ആർക്കൊക്കെ ഏത് നടനെ പോലെ നടിയെ പോലെ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം? ചേട്ടന് സൽമാൻ ഖാനാന്ന് എനിക്ക് മനസ്സിലായി. അല്ല എനിക്ക് പണ്ട് ചെറുപ്പത്തില് അന്ന് ഞാൻ ക്ഷീണിച്ച് ഒരങ്ങന്മാര് വരെ എന്നെ അടിക്കായിരുന്നു. സൽമാൻ ഖാനെ പോലെ ഇരിക്കുമായിരുന്നോ? ആ സൽമാൻ ഖാനെ പോലെ അല്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് വണ്ണം വെക്കുക എന്നുള്ളത്. അതായത് കവളൊക്കെ അങ്ങ് ഒട്ടി ഒരുമാതിരി ബിനീഷ് ബാസിന്റെ വീട്ടിൽ ചേട്ടാ ഒരു ഫോട്ടോ ഞങ്ങൾ ഇവിടെ ഇട്ടോട്ടെ? വേണ്ട അത് വേണ്ട. ഇപ്പൊ ഭയങ്കര ഭംഗിയാണല്ലോ ലക്ഷ്മി. എടാ ഇപ്പൊ ഈ കോലമായിരുന്നു ഞാൻ പണ്ടെന്തായിരുന്നു നീ മനസ്സിലാക്കണം. ചേച്ചി ഞാന് മാംഗ്ലൂരാ പഠിച്ചത് മുഴുവൻ. അപ്പം അവിടെയായിരുന്നു ഐശ്വര്യ റായ് പഠിച്ചത്. ഐശ്വര്യ റായ് മാംഗ്ലൂരുകാരിയാണ്. നശിപ്പിച്ചില്ലേ? അല്ലല്ല, അപ്പൊ എല്ലാരും ബാംഗ്ലൂരോ? മാംഗ്ലൂര്, മംഗലാപുരത്താണോ ഐശ്വര്യയുടെ വീട്? സ്വന്തം നാട് അവിടെയാ. അപ്പൊ എല്ലാരും ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡന്റ് അപ്പൊ പറയുമായിരുന്നു കാറ്റടിച്ച് ഇവളുടെ വീട് അവിടെയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോയി. ആലോചിച്ചേ, അഭിഷേക് ബച്ചനും അമിതാഭ് ബച്ചനും കൂടെ പെണ്ണ് കാണാൻ വന്നിട്ട് ഈ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്ന് കട്ടൻ ചായ മിച്ചറുണ്ടൊക്കെ തന്നെ ആലോചിക്കല. ശരി ശ്രീവിദ്യ, ആരാവാനായിരുന്നു? മീൻസ് ആരെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് എന്നെ ഒരു ശോഭന ചേച്ചി പോലെ ആവണം അങ്ങനെ, അല്ലെങ്കിൽ ശ്രീദേവി മാം. പേരില് സാമ്യം ഉണ്ടായിരുന്നല്ലോ. ഒരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് കേട്ടു നിൽക്കണതിനൊരു പരിധി. ശരി മിസ്റ്റർ നോബിളയൻ. നോബിച്ചേട്ടന് ബിനീഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ടീമിന്റെ പടമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാനറിയാതെ എന്റെ ഷർട്ടില് മുഖം തുടച്ചാടാ നീ. ഈ നോബിച്ചേട്ടനും ഇങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പം മുതൽ സൽമാൻ ഖാൻ ആവണമെന്നായിരുന്നു. സൽമാൻ ഖാൻ അല്ലേ എനിക്ക് എണ്ണം ബാലകൃഷ്ണനായി മാറി. അല്ല, അംജദ് ഖാൻ അല്ലേ? എനിക്ക് മമ്മൂക്ക. എന്നിട്ട് ലാലേട്ടന്റെ ഫേവറും ചെയ്യണു അല്ലേ? അല്ല, എനിക്ക് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു തൊപ്പി വെച്ചാൽ കറക്റ്റ് എബ്രിഷൈന അല്ലെങ്കിൽ ലോഹിതദാസ്. മമ്മൂക്കയുടെ ഏതോ പടത്തിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അടുത്ത ജന്മത്തിൽ ചിലങ്കയായിട്ട് ജനിച്ചാൽ മതി. ചേട്ടന് ചിലങ്കയെ പോലെ ഇപ്പൊ തന്നെ നടക്കുമ്പോ കിളിയാണ് ഇയാള്. ഒന്നും മിണ്ടുവാ വേണ്ട, ശമ്പളവും കിട്ടും. ഇണ്ടാണ്ട് വന്ന് പേയ്മെന്റ് മേടിച്ച് പോവാന്ന് അവർക്കൊരു ചുട്ട മറുപടി കൊടുക്കൂ. ഇച്ചിരി വേവ് കുറവായാലും വേണ്ടില്ല. അത് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഈ കോമ്പോ മിണ്ടായിരിക്കുന്ന അടിക്കുന്ന കൗണ്ടർ മൊത്തം ചീഞ്ഞു പോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ മിണ്ടാതെ എവിടെങ്കിലും ഇരിക്കുന്നത്. ഈ ചെളിയിൽ നിന്നാണ് നിന്റെ ഉദയം. അപ്പൊ ഈ എപ്പിസോഡിൽ മൈക്ക് വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇന്നാണ് ചോദിച്ച് മൈക്ക് വാങ്ങിച്ചേക്കുന്നത്, കാരണം എനിക്ക് ഈ മൈക്ക് കൊണ്ട് ഇന്ന് ആവശ്യം. ഒരു കാര്യം പറയാണ്ട്, ഞാൻ ഇവിടെ പോയാലും നീ എന്റെ പറയ വരുവാണല്ലോ. ഉമേഷ് അടുത്തുകൂടി പോകുമ്പോ ഗോതമ്പിന്റെ മണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോഴികൾക്ക് നമ്മള് ഗോതമ്പാണല്ലോ കൊടുക്കുന്നത്. അന്ന് പറഞ്ഞതാണ്. ചീഞ്ഞല്ല, നല്ല സാധനം പറഞ്ഞു. എനിക്ക് ഗോതമ്പൊന്നും കിട്ടാറില്ലല്ലോ. അങ്ങനെയല്ല, നമ്മള് കഴിഞ്ഞ ദിവസം അവിടെ നോബിച്ചേട്ടൻ ആരോ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്താ ഒരു ഗോതമ്പിന്റെ മണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സുമേഷ് ചേട്ടൻ ഇതിലേ പോയി. അപ്പൊ എന്നോട് ചോദിച്ചു അതെന്താ? ഞാൻ പറഞ്ഞു കോഴികൾക്ക് സാധാരണ ഗോതമ്പാണല്ലോ കൊടുക്കുന്നത്. ഞാനും ഈ ചിലങ്കയും ഒരുമിച്ച് നിന്നപ്പോ എന്നോടും പറഞ്ഞു എന്താ ജയറാമും പാർവതി നിൽക്കുന്നത് പോലുണ്ട്. എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആരെപ്പോഴാ പറഞ്ഞത്? ആരാ പറഞ്ഞ? അവനെ എനിക്കിവിടെ വേണം. എന്റെ ഫാൻസ്. എന്റെ പെണ്ണുമ്പിള്ള 4 വയസ്സായ കൊച്ചു. ഇവൻ ജയറാമല്ല, പരാജയറാമാണ്. അപ്പൊ ആരാവണമെന്നായിരുന്നു ആഗ്രഹം? മീൻസ് ആരെ പോലെ ആവണമെന്നായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി മാമിനെ പോലെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താ കാരണം? ഇന്നത്തെ എപ്പിസോഡ് അതായതുകൊണ്ട്. അത് വേറെ ഒന്നുമല്ല. ഇനിയിപ്പോ അത് കേട്ടിട്ട് വേണേ ബാക്കിയുള്ള എല്ലാവരും ഉർവശി എന്ന് പറയാൻ വേണ്ടി ഇരുന്നത് പുള്ളിക്കാരത്തെ നേരത്തെ പറഞ്ഞു. അല്ല, ചെറിയ ഉർവശിയുടെ കട്ടുണ്ട്. ചെറുതായിട്ട് ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ഇല്ല, അവള് പറയാൻ പോണ പൊന്നമ്മ ബാബു അവ കൊണ്ട് പേടിക്കണ്ട. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലങ്കയ്ക്ക് ഉർവശി ചേച്ചിയുടെ കട്ടുണ്ടെന്ന്. എപ്പോ പറഞ്ഞു? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? പുതിയ കോംബോ പിടിക്കാനുള്ള പരിപാടിയാണ്. അത് ഉല്ലാസ് ചേട്ടന്റെ ബോധം പോയിരുന്ന സമയത്താണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ മോഹിനിയുടെ ചെറിയൊരു ഷേപ്പില്ലേ? മോഹിനി, ഖുശ്ബു മാം, ചേച്ചി, അനു ജോസഫ്. അയ്യോ, ഞാൻ പറയാൻ സമ്മതിക്കും. നിങ്ങൾ ഉർവശി ചേച്ചിയുടെ കട്ടുണ്ടാവും. ആർക്ക്? ഈ ജുവലറിയിലെ ഷട്ടറുകളിലൊക്കെ വരയ്ക്കത്തില്ലേ? ആ ഉർവശി ചേച്ചി ചുണ്ടൊക്കെ എങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അല്ലേ? ഒരു ചെവി ഇവിടെ, ഒരു ചെവി ഇവിടെ. അതല്ലേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പൊളിക്കും. നീ പൊന്നമ്മ ബാബു ഞങ്ങൾ ഫിക്സ് ചെയ്തല്ലോ, പിന്നെ എന്തിനാ നീ എപ്പോഴും ചോദിക്കണം? സത്യം പറ, എന്നെ കാണാൻ അനു ആരെ പോലെ ആവണമെന്നായിരുന്നു? അവളെ ഓർക്കും ഇനി അടുത്ത ഗസ്റ്റ് ഏതാ വന്നേന്ന്.
ഷീലാമ്മയെ പോലെയാ? കറക്റ്റ്. അതുപോലെ തന്നെ ഇരിക്കുന്നത്. അതെ, സുന്ദരായിട്ടിരിക്കുന്നത്. അന്ന് ഷീലാമ്മ വന്നപ്പം നീ അടുത്ത് നിന്നപ്പോ എനിക്ക് കറക്റ്റ് ആണ്. ഇപ്പൊ എന്നറിയോ അത് പറയാനുള്ള കാര്യം? നീ വന്നില്ല അന്ന്, നുണ പറഞ്ഞു, വിരലെ പിടിച്ചു. അന്ന് ഞാൻ ഇല്ലായിരുന്നു. അതെ, അത് കൊച്ചു മുതലാളി എന്നൊക്കെ പറഞ്ഞു നുണ പറഞ്ഞത്. ചെമ്മീനിലെ ഫിഗർ ഉണ്ട് ചേട്ടാ ഇതെന്താ ഇപ്പൊ പറയാൻ ഷീലാമാന്ന് വരാനുള്ള കാരണം എന്താ അറിയോ? തൊട്ടടുത്തൊരു സത്യം നിപ്പുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ഗാന്ധിജിനെ പോലെ ആവണമെന്നായിരുന്നു. എന്തൊരു നോട്ടിന്റെ എനിക്ക് എന്റെ നാട് സംരക്ഷിക്കണം, എന്റെ സ്വാതന്ത്ര്യം എനിക്ക് നേടിയെടുക്കണം. എന്റെ അറിവില് ഗാന്ധിജി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ സിനിമാ നടനെ പറ്റിട്ടാ ചോദിച്ചത്. അർണോൾഡ് ഒക്കെ ആവണമെന്നായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെയാണല്ലോ കൂടെ കൊണ്ടിടുന്ന ആലോചിക്കുമ്പോ എന്റെ തൊലി ഉരിയുക. എടാ നിനക്ക് അർണോടല്ല, നിനക്ക് അരവട്ടെന്നാണ് വേണ്ടത്. അരവട്ടം. ഈ അർണോൾഡിന്റെ പേരൊന്ന് ഫുള്ള് പറഞ്ഞേ. അർണോൾഡ് ബാക്കി കൂടെ പറ. അർണോൾഡ് ശിവാസ് റീഗൽ. അതെടാ മാറമ്പള്ളി ശിവദാസനോ? അങ്കിത. കുഞ്ഞനാളിന് മുതൽ എനിക്ക് ഇന്ന നമ്പ്യാരാ? കുഞ്ചൻ നമ്പ്യാരാ? നാള് യാർക്ക് കുഞ്ചൻ തമ്മിയായിരുന്നു കേട്ടെ. എനിക്ക് ഈ സാരിയൊക്കെ ഈ കാറ്റത്ത് പറത്തി ഓ, അത് ശരി. യക്ഷിയായിട്ട് ശബ്ദത്തിൽ അനുവിനേക്കാൾ ഐശ്വര്യ റായ്. ഓക്കെ, പക്ഷെ അഭിനയത്തിലോട്ട് കടന്നപ്പോഴാണ് ഇത് എടാ ആ ഉള്ളി ആ, എടി, അനു. ശകലം സ്ഥലം കൊടുറാ നമ്മുടെ. ഞാനോർത്ത് നീ മാത്രമായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ദേ അവളും നിന്റെ കൂട്ടാ. പോട്ടുകഥയാ. അതെ അതെ, സ്പോട്ട് കഥ. അപ്പൊ അഭിനയത്തിലോട്ട് വന്നപ്പോഴാണ് ഇത് എളുപ്പമുള്ള പണിയല്ലാന്ന് മനസ്സിലായി. അപ്പൊ ഉർവശി മാം ചെയ്ത ക്യാരക്ടർ വേറെ ആർക്കും അനുകരിക്കാൻ പറ്റില്ല, അത് ഡിഫറെന്റാ. ഓക്കെ, അല്ല അവിടെ ഒരാൾ മൈക്ക് മേടിച്ച് ഇനി അടുത്ത ലക്ഷ്മി എന്നോട് ചോദിച്ചില്ല, ഇവിടുത്തെ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചതാ. ചോദിച്ചാലും അങ്ങനെയാണെങ്കിൽ- പ്രതികരണമില്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയൂ ഡയാന. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വെരി ഗുഡ്. എന്റെ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടൈറ്റാനിക് റിലീസായത്. എനിക്കതിലെ ഇവിടെ ഒന്നിൽ പഠിച്ചില്ലായിരുന്നു ആ പടം പെട്ടിക്കാത്ത. അല്ല, ഞങ്ങൾ കുടുംബസമേതം ചിത്രം പോയി കണ്ടു. വെരി ഗുഡ്. എനിക്ക് അന്ന് മുതൽ അതിലെ നായിക കേറ്റ് വിൻസ്ലെറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ തൊട്ടടുത്ത് ഒരു ചാക്ക് അല്ല അവളെ തൊട്ടടുത്തൊരു ചാക്ക് അവള് കണ്ടില്ല. ചാക്കല്ല, ചാക്ക്. വേറെ സംഭവം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ നേരത്തെ നായകനാ വേണ്ടി ഞാൻ നിനക്ക് പടം പരിചയം തരായിരുന്നു. സൽമാൻ ഖാൻ. ശരി, ഇവിടെ റേഞ്ച് മാറ്റി പിടിച്ചിട്ടോ. അല്ല, ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ശരി, നോബിയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? ചെറുപ്പത്തിൽ സിനിമയിൽ എടോ ചാലിപ്പാല ഒന്നും ഞാൻ പറയട്ടോ, നമ്മുടെ നോബിയുടെ ആഗ്രഹം നമ്മുടെ ചിത്രം സിനിമയില് ഈ ലാലേട്ടന്റെ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് സായിപ്പിന്റെ നിന്ന് കിട്ടിയ പാതി എന്ന് പറയുന്ന അദ്ദേഹം ആകാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ദേവിക്കുട്ടി പറയൂ. ഗിരീഷിനോട് ചോദിക്കണ്ട, അവൻ നുണയെ പറയൂ. 2K കിട്ടാണ്. ചേച്ചി എനിക്ക് 3 പേര് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഒരുപാട്. എന്നിട്ട് അച്ഛൻ അറിഞ്ഞത് ഇഷ്ടമല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, കുട്ടി ഇത്രയും കൂടെ ലൈക്ക് ഭയങ്കര ന്യൂ ജനറേഷൻ ആയി പോയി. ഇന്നലെ ജനിച്ച കുഞ്ഞാമയാണല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇവരെ പോലെ പറയണമെന്നൊന്നുമില്ല. ഇല്ല, എനിക്ക് മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ഡാൻസ് കളിക്കും, നല്ല ആക്ടിംഗ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് പിന്നെ ഭയങ്കര എന്തൊക്കെ ഉണ്ട് ആഗ്രഹം ഉണ്ട്, എന്തൊക്കെ ഉണ്ട് പറയുള്ളൂ. 3 പേരുടെ അച്ഛൻ 2 പേരുണ്ട്. രണ്ടാമത്തെ കാവ്യ മാധവനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശോഭന മാമിനെ ഇഷ്ടമാണ്. മിസ്റ്റർ ബിനീഷ് ബാസ്. പറഞ്ഞതാണ് വീണ്ടും പറയണോ? ആ, വീട് പറയണം. അപ്പൊ മാറ്റി പിടിക്കാം. ആദ്യം കേട്ടില്ല, പറഞ്ഞു. അതെ, വാച്ചി പിടിക്കാൻ വേണ്ട. ആരായിരുന്നു ചോദ്യം മറന്നുപോയി, എന്നും കൂടി ചോദിക്കാം. അല്ല പുള്ളി പറയട്ടെ. എന്തിനാ വന്നേ? ഞാനാ ഞാൻ എന്ത് ശരി, ചോദ്യം അതല്ലായിരുന്നു, മാറ്റി ചോദിക്കരുത്. അല്ല, ഇത് കഥയിലില്ലാത്ത ചോദ്യം. എന്തിനാ വന്നേ? എന്താണ് ഇവിടെ നമ്മള് ഗെയിം കളിക്കാൻ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നത്. ടൂർ വന്നതാ മോൻ. അതുകൂടെ ഇവനെ ഇവനെ വേറെ കണ്ട് പോകാനായിട്ട് ഇറങ്ങിയതാ. മറ്റത് കാരണം കൊണ്ട് വണ്ടി തിരിഞ്ഞ് കയറിയതാ. ഇവനാണ് പുരുഷന്മാരിലെ ചിലങ്ക. അവനാണ് അവൻ ചിലങ്കയല്ലടാ, ചിലങ്കന്മാരിലെ ചങ്ങലയാണ് അവൻ. എനിക്ക് ആർട്ടിസ്റ്റ് ആവണം, സിനിമ ആവണം ആവുന്ന ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയും കുഞ്ചാക്കോ ബോബനെ പോലെ ഉണ്ട്, കുഞ്ചാക്കോ. ഇവരൊക്കെ പറയും നമ്മളെ കണ്ണൂരുകാരനാണ് കുഞ്ചാക്കോ ബോബൻ. അവരൊന്ന് വിളിച്ചു തരുമോ ഇപ്പൊ? പറഞ്ഞ ആളെ ഒന്ന് വിളിക്കാം. ഓരോരുത്തർ അല്ലാതെ കോളേജിൽ പൊതുവെ മൊത്തത്തിലുണ്ടാവുന്ന ഒരു സ്റ്റോക്ക് അങ്ങനെയായിരുന്നു. അനു ഒരു ഉഗ്രം കോമഡി പറഞ്ഞു. ആ പറഞ്ഞവരെല്ലാം കുഞ്ചാക്കോ ബാബനല്ല, കുഞ്ചൻ ചേട്ടനെ പോലെ ആയിരിക്കും. അതിന് നല്ലൊരു കൈഡി കൊടുക്കാം. നല്ലൊരു കൈ. അങ്ങനെ എല്ലാവരും പറയായിരുന്നു ഇത്ര ഗ്ലാമർ അല്ല, സിനിമയിൽ അഭിനയിച്ചൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പണ്ടത്തെ ഫോട്ടോ ഒന്ന് എടുത്തേ. എന്നിട്ട് സിനിമയിൽ അഭിനയിച്ചു ചേട്ടാ? എന്നിട്ട് സിനിമ കണ്ടുപോകുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ചാക്കോ ബോർണായവൻ. കുട്ടിക്ക് എന്തോ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. സത്യം പറ, കോളേജിൽ പഠിക്കും അല്ല സ്കൂളിൽ പഠിക്കും ആരാവണം? പറയുമ്പോഴാ ശോഭന. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് എയർ ഹോസ്റ്റസ് ആവാനായിരുന്നു ആഗ്രഹം. എനിക്ക് അറിയില്ലായിരുന്നു.
സിനിമാ നടിയുടെ പേര് പറ. ശോഭനമ്മ. ശരിക്കും പക്ഷെ എനിക്ക് ചേച്ചിയുടെ കട്ടുമുണ്ട്. അതല്ല പിന്നെ അതല്ല സ്കൂളിൽ പഠിക്കുമ്പോ ഡ്രിൽ മാഷിനെ കെട്ടണമെന്നല്ലായിരുന്നു ആഗ്രഹം. സത്യം പറ. അല്ല ഇവിടെ നടിയുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലല്ല, ആഗ്രഹം. സത്യങ്ങളൊന്നും ഞാൻ പറയാം ഞാൻ ഒരു സത്യം പറയട്ടെ. ലക്ഷ്മിക്ക് എപ്പോഴും എയർ ഹോസ്റ്റസ് ആവാനായിരുന്നു ആഗ്രഹം. അതെ. പക്ഷെ ഇപ്പോഴും മോശമല്ല. ആ കാര്യം ഏറി തന്നെ നിർത്തിയേക്കല്ലേ. ഗൈസ് അതാ പറഞ്ഞേ. ഒരു വളിച്ച കോമഡിക്ക് ഓരോ കാര്യം ഇങ്ങനെ പറയും. ഇങ്ങനെ പോകുന്നത് നേരെ ഏറിപ്പോവും, ഞാനും ഏറലാവും. കോമഡി പറഞ്ഞതാ. ഈ കോമഡി പറഞ്ഞത് മറ്റാരുമല്ല, സുമേഷ് പഴം തോട്ടോട്ടം. എനിക്ക് ശോഭന മാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പത്തി പഠിക്കുമ്പോ മാറിയിട്ടില്ല. അത് തന്നെ. ഡിഗ്രി ഒക്കെ ആയപ്പോ ഈ പുതിയ ഡ്രസ്സുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നൊക്കെ കണ്ടപ്പോ സെയിൽസ് ഗേള്. ഡിഗ്രിക്ക് പോകാത്ത കുട്ടി എങ്ങനെ ഡിഗ്രിയുടെ കാര്യം പറയും? പിന്നെ ഞാൻ MBA ചെയ്തത് ഡിഗ്രിക്ക് പോവാണ്ടാണോ? അതൊക്കെ കാശ് കൊടുത്ത് മേടിച്ച്. ശരി, അപ്പൊ നേരെ MDMA ആണ്. തോന്നിയിരുന്നു നേരത്തെ. എനിക്ക് ഡിഗ്രി ഉണ്ട്. പനി വരുമ്പോഴാന്ന് മാത്രം 100 ഡിഗ്രി. ഇനി ഒരു വർഷത്തേക്ക് ഒന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ടീമേ. ഇത് ഇങ്ങനെയാണിത്. നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിന് സർക്കാരിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ഈ വയ്യാത്തവരെ പരിപാലിക്കുന്നതിന് പ്രത്യേക ഗ്രാന്റ് ഉണ്ട്. അനുവിന് എന്തോ ഒന്ന് പറയാനുണ്ട് വിട്ടുപോയ ലിസ്റ്റിലെ നോണ. അതായത് നേരത്തെ പറഞ്ഞ കാര്യം അനുവിനൊന്നും മാറ്റി പറയണം. എഡിറ്ററിന്റെ അടുത്ത് അത് കട്ട് ചെയ്ത് കളയാൻ പറയാം. അപ്പൊ ആരും അറിയില്ല. കാവ്യമാധവൻ എന്തോരാൾക്കാരുള്ളത്. എല്ലാരും പറയും, ഞാൻ സാധാരണ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാരും പറയും എന്റെ ശബ്ദവും കാവ്യമാധവന്റെ ആണെന്ന്. എല്ലാം കൊണ്ടും അല്ലേ അതേപടി. വേറെ സംഭവം അറിഞ്ഞില്ലേ, ഇടയ്ക്ക് അവാർഡൊക്കെ കിട്ടി. അയ്യോ, കൺഗ്രാറ്റുലേഷൻസ്. സുസു നിർത്തിപ്പിച്ചേനാ. അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണ്. വെറുതെ കാശ് കൊടുത്ത് മേടിച്ചു എന്നൊക്കെ പറയും. അങ്ങനെയല്ല, അത് അനുവിന്റെ സുസുലെ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവാർഡ് കിട്ടിയതാണ്. ഡയാനയ്ക്കുണ്ട്. ഡയന, കൺഗ്രാറ്റുലേഷൻ. സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ? ഇല്ല അതല്ല, അതുകൊണ്ടാണ് അറിയാണ്ടത്. ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അംഗീകാരമാണ്. അതെ, പൂച്ചൽ ഖാദർ അവാർഡാണ് ഫ്രാങ്ക്. ഓ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. സോഷ്യൽ മീഡിയയിൽ കാണാത്തോണ്ടാട്ടോ ഞാൻ അറിയാണ്ടിരുന്നു. എന്താ വാടാ 18 വാർഡിലാ താമസിക്കണം. മറ്റേതിന് വില കളഞ്ഞ ഡിഗ്രി പോയി. കൺഗ്രാറ്റ്സ്. ഇവര് ചെറിയ ഡിഗ്രി. അതെ, ഈ സന്തോഷം വരുമ്പോ ഒരുമിച്ച് വരികയെന്ന് പറയില്ല. അനുവിന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസിന് ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അവാർഡ്. എനിക്ക് 2 അവാർഡ് കിട്ടി. വെരി ഗുഡ്. അത് രണ്ടാമത്തെ അവാർഡല്ലടി. രണ്ടാമത്തെ അവാർഡല്ല, ഇറക്കി വിടുന്ന പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞൊരു പേപ്പറാ. പക്ഷേ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ പൈസ അവാർഡിന് വേണ്ടി ഈ അഭിനയിച്ച് കിട്ടിയതിനേക്കാൾ ഒരുപാട് പൈസ ചെലവായി. ഞാൻ ഇപ്പൊ ഡ്രസ് എടുക്കാൻ വേണ്ടി സ്റ്റാർ മാജിക് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കടയിൽ പോയേ. അപ്പൊ അവിടുന്ന് കുറച്ച് കൂപ്പൺ കിട്ടിയേ. കാശ് കൊടുത്ത് മെഡിക്കലില്ലല്ലോ കുട്ടിക്ക്, എല്ലാം കൊളാബാണല്ലോ. അല്ല, ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാ. അപ്പൊ എനിക്ക് ഒരു 5-6 കൂപ്പൺ കിട്ടി. 500 രൂപ ഫ്ലാറ്റ് ഓഫർ എന്ന് പറഞ്ഞു. അത് 500 രൂപയ്ക്ക് ഫ്ലാറ്റ് ഓഫറോ? നശിപ്പിച്ചു പോകണം. ഒരു പരിധിയുണ്ട്. നമുക്ക് ഇതും കട്ട് ചെയ്ത് കളയാൻ പറയാം. അനുവിന്റെ ഫ്ലാറ്റ് കോമഡി ഒന്ന് നിങ്ങൾ കേൾക്കണേ. അപ്പൊ ഒന്നും കൂടെ വരാനേ. ചേച്ചി ആദ്യം മുതൽ കേൾക്കണേ. എന്താനു ഒന്നുകൂടി വരട്ടെ. ചേച്ചി എന്താനു ഒരു കോമഡി അല്ല, സീരിയസ് ആട്ടോ. ഞാൻ എന്റെ വീട്ടിൽ അമ്മ, അമ്മുമ്മ, അച്ഛനൊക്കെ ഉണ്ടല്ലോ. ചേച്ചി, ചേട്ടൻ, കുഞ്ഞു സ്റ്റാർ മാജിക് ഇടാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ പോയി. കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതെ, പ്രൊമോഷനോ. അപ്പൊ അവിടെ നിന്ന് കുറെ കൂപ്പൺ കിട്ടി. 500 ഫ്ലാറ്റ് ഓഫർ എന്നും പറഞ്ഞു. ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോ എന്റെ അമ്മ എടുത്തിട്ട് പറയല്ലേ, നീ മക്കളെ 500 ഫ്ലാറ്റ് ഓഫർ എന്ന്. മനസ്സിലായില്ല. 500 ഓഫർ അതില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പിന്നെ ഇവർക്ക് മനസ്സിലായി. 500 രൂപയ്ക്ക് ഫ്ലാറ്റും കൂടെ കിട്ടുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് എത്ര രസമായിരുന്നു. എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. യെസ്, ശരി. ഇനി നേരെ ഓഡിയൻസിലേക്ക് പോവാണ് കേട്ടോ. ഓഡിയൻസ് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എവിടുന്നാ വരണേ എല്ലാവരും? കണ്ണൂർ ജില്ല. പേരെന്താ? ബാബു ചേട്ടൻ. നിങ്ങളാണല്ലേ കണ്ണൂരിലെ ബാബു? ശരി ബാബു ചേട്ടാ, എങ്ങനെയുണ്ട് സ്റ്റാർ മാജിക്കിൽ വന്നിട്ട്? ഞങ്ങളിത് സ്ഥിരം കാണാറുള്ളതാണ്. അതുകൂടാതെ എല്ലാവരെയൊക്കെ ഒന്ന് വന്ന് കാണണമെന്ന് ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വന്നു, കണ്ടു, ഓടി നടന്ന് എല്ലാവരും പരിചയപ്പെട്ടു. അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്.
ഷോന് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന് നേരിട്ട് ഷോ കാണാൻ ഇത്ര പേര് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ചേട്ടൻ 6-7 കൊല്ലമായിട്ട് ഇവിടെ വരാൻ കാത്തിരുന്ന അല്ലെങ്കിൽ കൊതിച്ചിരുന്ന ഒരാളാണ് അല്ലേ? അതെ. ഞാനിവിടെ കോർഡിനേറ്റർ പറഞ്ഞ് ഞാൻ അറിയണ്ടായി. അതെന്താ കാരണം? കൺസ്ട്രക്ഷൻ ആയിരുന്നു എൻ്റെ ഫീൽഡ്. കൺസ്ട്രക്ഷൻ. പക്ഷേ 5 വർഷം മുൻപ് അത് നിർത്തി. എന്ത് പറ്റി? ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ 10-12 വർഷമായിട്ട് സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഴുതാന്ന് പറയുമ്പോ ഗാനങ്ങൾ എഴുതും. 1000-ഓളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കവിതകൾ എണ്ണിയിട്ടില്ല. അത്രയധികം ഉണ്ടല്ലേ? അല്ല, എണ്ണിയിട്ടില്ല എന്നല്ല, അത്രയും വരില്ല. അത് ഞാൻ അങ്ങനെ എണ്ണി നോക്കിയിട്ടില്ല. പിന്നെ ഒരു 100-ലേറെ ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ കണ്ടിട്ട് മഹാഭാരതത്തിൽ നിന്ന് മഹാകാവ്യം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓ, വലിയ കലാകാരനാണപ്പോ. ചേട്ടന് എന്താ അസുഖം? എന്താ? ഷുഗറായിരുന്നു. ഷുഗറായി. അപ്പൊ പെട്ടെന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വന്നു. ഒരു 2 പേരും നമുക്കായിട്ട് പാടിത്തരുമോ? ഇന്ന് ഉർവശി ചേച്ചിയെ കണ്ടപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളെയൊക്കെ യൗവനകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും കൂടുതൽ പടം കണ്ടിരിക്കുന്നതൊക്കെ ഈ മാമിന്റെ ആണ്. അപ്പോ നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു സന്തോഷമാണത്. അവരെ ഇത്ര അടുത്ത് തൊട്ടടുത്ത് കാണുക എന്ന് പറഞ്ഞത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. വലിയ ഭാഗ്യമാണ്. സന്തോഷമല്ല, ഭാഗ്യമാണ്. അപ്പൊ ഉർവശി ചേച്ചിയുടെ ഈ ഒരു പ്രസൻസില് നമുക്ക് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് പോലെ ചേട്ടൻ്റെ ഒരു 2 വരി പാട്ടായാലോ? നിന്നെ ഞാൻ എന്തു വിളിക്കേണ്ടു പെൺമണി, നീ എനിക്കമ്മയും സോദരി സൽപുത്രി, കന്യകയാമെൻ്റെ കാമുകിയാണു നീ, ഭാര്യയാണെൻ പ്രേമ സാഫല്യമാണു നീ. ഓ, ചേട്ടാ ചൊല്ലിട്ടോ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. പൊയിലൂരുകാർക്ക് എല്ലാരും ഒന്ന് ഹായ് കൊടുക്കണേ. എന്റെ സ്ഥലത്തിന്റെ പേര് കണ്ണൂർ പൊയിലൂര്. ഓക്കെ, കണ്ണൂരിലെ പൊയിലൂരിലുള്ള സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വലിയ താങ്ക് യു. ചേച്ചി സ്റ്റാർ മാജിക്കില് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ ഹാപ്പി. എനിക്ക് വളരെ സന്തോഷമായി. സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 6:30 ഒരു സ്ഥലത്ത് ഉണ്ടാവേണ്ടതാ. ആണോ? പക്ഷെ ഞാൻ അത് മറന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഈ ഗെയിം സമയം നിശ്ചയിക്കാൻ പറ്റാത്ത തരത്തിലൊരു പ്രോഗ്രാം അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഹാപ്പി ആയിട്ട് നടക്കുള്ളൂ. പക്ഷെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരാറുണ്ട്. ഇത്ര മണിയാകുമ്പോൾ നമ്മുടെ കോർഡിനേറ്ററിനെ വിളിച്ചിട്ട് എനിക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്ന് ചോദിക്കും. ചേച്ചിയെ പോലുള്ളൊരു സീനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ കോർഡിനേറ്ററിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ചേച്ചിയുടെ ബാക്കിയുള്ള പ്രോഗ്രാംസ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. എനിക്ക് അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞില്ലേ, അനൂപ് എന്നെ ഒരിക്കലും ഒന്നിനും നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് അനൂപ്. അപ്പോൾ എത്രയോ തവണ വിളിക്കുമ്പോഴും ആ ഷോ ഡയറക്ടർ അനൂപ്, നിങ്ങൾക്ക് അനൂപ്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചാൽ ചേച്ചി ഇപ്രാവശ്യം വരാൻ പറ്റുമോ ചേച്ചി? എങ്ങനെയാടാ വരുന്നത്? 3 ദിവസം അങ്ങ് പോകും. ഓക്കെ ചേച്ചി എന്നല്ലാതെ ഒന്നും നിർബന്ധിക്കാൻ പോലും ഉള്ള ഇത് മനസ്സില്ല. അപ്പോൾ ഇന്ന് ഞാൻ സുഖമില്ലെങ്കിലും ഞാൻ വന്നതും അനൂപിനെ വേണ്ടിയാണ്. പിന്നെ ഫ്ലവേഴ്സിനോട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫുമായിട്ടും എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ ഈ ഷോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വരാനിരുന്ന ഷോ ആണ്. ഞങ്ങളും കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ഒന്ന്. പക്ഷെ പതിവിലും ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാ ആർട്ടിസ്റ്റുകളെയും മനസ്സൊരുമിച്ച് പറയാണ്, സാധാരണ ഏതൊരു ആർട്ടിസ്റ്റ് വരുന്നതിനേക്കാൾ 2 ഇരട്ടി കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചോദിക്കണം, എങ്ങനെയായിരിക്കും മറുപടി തരിക. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഇരട്ടി കോപ്പറേഷനാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടോ. അല്ല, എന്താ അറിയോ, നിങ്ങൾക്ക് എല്ലാവരും കോമഡി അവതരിപ്പിക്കുന്നവരാണെങ്കിലും ആരോടെങ്ങനെ പെരുമാറണമെന്ന് നല്ല ധാരണയുള്ളവരാണ്. അപ്പോൾ ആരെയും അങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് ഒന്നും അല്ല ഇവരാരും പറഞ്ഞത്. നമ്മൾ പറയുന്ന തമാശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നവരോട് നിൽക്കുമ്പോൾ നമുക്ക് പലരെയും നേരിട്ട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഈ നോവി, ഉല്ലാസ് ഇവരൊക്കെ കുറെ കാലമായിട്ട് പരിചയമുള്ളവരാണ്. സുമേഷ് ഉണ്ട്, എത്ര പേര് ഇവിടെ ഉള്ള മിക്കവാറും എല്ലാവരെയും. പിന്നെ ആ നയിക്കുന്ന ബുദ്ധിരാക്ഷസനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ വെറുതെ തമാശ, എല്ലാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ഉള്ളിൽ ഒരു നിഷ്കളങ്കത ഇരിപ്പുണ്ട്. ആ നിഷ്കളങ്കത ഉള്ളവർക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് ഇൻക്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ പൊട്ടത്തരമൊക്കെ പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ ബുദ്ധിയുള്ളവരാണെങ്കിൽ ബുദ്ധി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയ പാടാ. എന്തായാലും ഉർവശി ചേച്ചിയെ പറ്റിയിട്ട് ഇപ്പൊ പല ആർട്ടിസ്റ്റുകളെയും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ലൈക്ക് ഇപ്പൊ ഉർവശി ചേച്ചിയായിട്ട് ഇപ്പം നമ്മൾ കുറച്ച് പേര് ഇപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യണേ. ഒരു കാര്യം പറയാം, സിനിമയിൽ എന്താണോ അത് തന്നെയാണ് റിയൽ
ലൈഫിലും 2 മുഖമില്ല കേട്ടോ. അതായത് ശരിക്കും ജീവിക്കുകയാണ് ചേച്ചി. സിനിമയിലും അങ്ങനെ തന്നെ, ഇവിടെയും അങ്ങനെ തന്നെ. റിയൽ ബിഹേവിയർ തന്നെയാണ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. ഒരു വാക്ക് തന്നിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വരണം ഞങ്ങളുടെ കൂടെ ഈ ഫാമിലിയിൽ. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുത്താൽ? ഉറപ്പായിട്ടും പ്ലീസ്. മലർനിലാവിൻ പൈതലേ മിഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മലർനിലാവിൻ പൈതലേ മിഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മനപ്പന്തലിൽ മഞ്ചലിൽ മൗനമായി നീ മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു. അറിയാതെ നിന്നിൽ ഞാൻ വീണലിഞ്ഞു. ഉയിർ പൈങ്കിളി എന്നുമീ യാത്രയിൽ നിൻ നിഴൽ പൂവ് ഞാനോമനേ, കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു സൂപ്പർ ചേച്ചി അസലായിട്ട് പാടിട്ടോ ബിൻചേട്ടാ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഞങ്ങൾ ഇനി കാത്തിരിക്കും. മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ് ചേച്ചി വീണ്ടും ഈ ഫ്ലോറിൽ എത്താനായിട്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സർ സ്റ്റാർ മാജിക്.